ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിനടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വന്നതാണ്. എൻ്റെ കൂടെ MBA പഠിച്ച കുറേ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അവരിൽ പലരും ഇഷ്ടപ്പെട്ട് ജോലി എടുത്തവരുണ്ട്, ചിലര് വേറെ മറ്റ് മോഹങ്ങൾ മാറ്റി വെച്ചിട്ട് ജോലി എടുത്തവരുണ്ട്. സോ അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ഓൺട്രപ്രണർ ആവണം, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് ചിലർ പല നാട്ടിലാണ്, ചിലർ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, അങ്ങനെയുള്ള പല ഓപ്ഷനുകളിലാണ്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഒരു ഓൺട്രപ്രണർ ആവാൻ പറ്റിയില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ ആവാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ കുറെ നോക്കി. കാര്യം ബേസിക്കലി ഞാനും ഒരു ഓൺട്രപ്രണർ ആണ്. ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓൺട്രപ്രണർ ആവാൻ പറ്റും, അല്ലാതെ ഓൺട്രപ്രണർ ആവാൻ പറ്റും. സോ എങ്ങനെയൊക്കെ ഒരു ഓൺട്രപ്രണർ ആവാം, അതിനെന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഒരു ഓൺട്രപ്രണർ ആവാൻ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ മാത്രം പോരാ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാം എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബിസിനസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ ഈ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം, ഒരു ഐഡിയ വേണം, അത് എക്സിക്യൂഷൻ ചെയ്യാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ ഫണ്ട് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടൊരു കാര്യം റിസ്ക് എടുക്കാൻ ഒരു മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലേ നമുക്കൊരു ഓൺട്രപ്രണർ ആവാൻ സാധിക്കുകയുള്ളൂ. ഓൺട്രപ്രണർഷിപ്പിന് പല ടൈപ്പുകളുണ്ട്. പല ടൈപ്പുകൾ നമുക്ക് BBA അല്ലെങ്കിൽ BCom ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ പഠിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ BBA BCom അങ്ങനെയുള്ള ഡിഗ്രി കോഴ്സുകൾ പഠിച്ചാൽ മതി. അല്ലാതെ ഒരു ഓൺട്രപ്രണറിന് ബേസിക്കലി ഇൻബോൺ ആയിട്ടോ അതല്ല എങ്കിൽ വേണ്ട ആറ്റിറ്റ്യൂഡും കഴിവുകളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് എനിക്ക് എൻ്റെ തന്നെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റും. അതായത് ഞാൻ എൻ്റെ MBA പഠനം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ എല്ലാവരെ പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ ബിസിനസ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ സംസാരിക്കുക, ആൾക്കാരോട് കൂടുതലായിട്ട് ഇടപഴകുക, മോട്ടിവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമായിരുന്നു. ഇതിനെല്ലാം കൂടെ വേണ്ടി ഒരു സൊല്യൂഷനാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ എത്തിയത്. അപ്പൊ ഈ ടൈമിലോട്ട് എത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും എല്ലാവരുടെ നിന്നും ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. എവിടെങ്കിലും ജോലിക്ക് പോകും, ഇന്ത്യ വിട്ടുപോകും, അങ്ങനെയൊക്കെ ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എടുത്തൊരു റിസ്ക് ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫും എൻ്റെ ടൈമും വെച്ചിട്ടാണ് ഞാൻ ആ റിസ്കിലോട്ട് ഇറങ്ങിയത്. ഒരു ഓൺട്രപ്രണറിന് ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു കാര്യം അതാണെന്ന് ഞാൻ ഇപ്പോഴും പറയും. കാര്യം എൻ്റെ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ ആ ഒരു റിസ്ക് ഞാൻ എടുത്തു. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങിയ ടൈമിൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബൈക്കിന് പ്രോപ്പറായിട്ടുള്ള ഒരു മെക്കാനിസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഒരു കാർ എടുക്കുക എന്നുള്ളതായിരുന്നു. അവിടുന്ന് ഞാൻ ഒരു കാറിലോട്ട് മാറിയ ടൈമിൽ എൻ്റെ ആഗ്രഹങ്ങൾ വീണ്ടും 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 മാറി. ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കിങ്ങനെ പെട്ടെന്ന് ആഗ്രഹിക്കാൻ ഒരു ഓൺട്രപ്രണറിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങി, ആദ്യം കുറച്ച് പ്രോഫിറ്റ് കിട്ടി, അതിനുശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഡൈവേർട്ടായി, നമ്മൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യുന്നില്ല, നമ്മൾ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ താഴോട്ട് പോയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്നും ഒരു റിസ്ക് ആണ്, അന്നാ ഹൈ റിട്ടേണുമാണ്. പക്ഷേ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതെ, അത് ഒരു ഓൺട്രപ്രണർഷിപ്പിൽ നമുക്ക് സാധിക്കും. നമുക്ക് ആകെ ഓരോ വർഷം കൂടുന്തോറും മനുഷ്യന്റെ ലൈഫ് സ്പാൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന ലൈഫ് സ്പാൻ അല്ല നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും അടുത്ത തലമുറ വരുമ്പോൾ വീണ്ടും 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 കുറയും. സോ ഈ ഷോർട്ടായിട്ടുള്ള ലൈഫ് സ്പാനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഇല്ലെങ്കിൽ ഈ ലൈഫും കൊണ്ട് എന്താണ് നമ്മൾ നേടുന്നത്? പക്ഷെ ഇതില് അക്കാഡമിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതേപോലെ തന്നെ
മീൻസ് ഓണ്ടർപ്രണർഷിപ്പിന്റെ പല ടൈപ്പുകൾ, പ്ലാനിങ്, എക്സിക്യൂഷന്, അതിനകത്ത് കുറച്ച് നിയമങ്ങളെ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ BBA-ക്കകത്തിലും BCom-നകത്തിലും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആഡ് ഓൺ കോഴ്സുകളായിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതേപോലെ തന്നെ BCA ആഡ് ഓൺ കോഴ്സുകളിൽ അത് നമുക്ക് ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതും നമുക്ക് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ കോഴ്സുകളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓണ്ടർപ്രണർഷിപ്പ് നമ്മുടെ മൈൻഡിലുണ്ട്, ഒരു ബിസിനസ് നമ്മുടെ മൈൻഡിലുണ്ട്, നമുക്കൊരു ഓണ്ടർപ്രണർ ആയിട്ട് മാറണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോഴ്സായിട്ടൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാര്യം ഞാനത് പേഴ്സണലി ചെയ്താണ്, ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, പക്ഷേ അതുകൊണ്ട് മാത്രം ഗുണം ചെയ്യില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇൻബിൽട്ട് ആയിട്ട് നമുക്കൊരു ടാലന്റ്, കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹം, നമുക്ക് ഡ്രീം, ആ ഡ്രീമിന് വേണ്ടി എക്സിക്യൂട്ടിങ് ടൈമും കൊടുക്കാനുള്ള മനസ്സ്, അർപ്പണബോധം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓണ്ടർപ്രണർ ആവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പൈസ എന്നും ഒരു പ്രശ്നം തന്നെ ആയിരിക്കും. പക്ഷേ പൈസ സോഴ്സ് ചെയ്യാനൊക്കെ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമ്മുടെ ഈ കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ പൈസ നമുക്ക് ഒരു പ്രശ്നമാവില്ല. കാര്യം ഒരു ഓണ്ടർപ്രണറിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫിനാൻഷ്യൽ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ബിസിനസ്സിനെ ഒരുപാട് സഹായിക്കാനുള്ള AI പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ, അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടം, അതായത് ഈ പുതിയ കാലഘട്ടം, 20s കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആവാൻ നമുക്ക് പണ്ടത്തേക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ, അതായത് ഇന്നത്തെ ചെറുപ്പക്കാർ, അതേപോലെ തന്നെ വളർന്നു വരുന്ന കൗമാരക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റിസ്ക് എടുക്കാനോ ഒന്നിലോട്ടും ഡൈവേർട്ട് ആവാനോ ഉള്ള ഒരു മൈൻഡ് ഇല്ല. ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ദിശാബോധത്തിലല്ല വളരുന്നത്. എന്നാൽ അവരെ ഒന്ന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റും. പല കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട്, അവർ ടെക്നോളജിക്കലി ഭയങ്കര ഡെവലപ്ഡ് ആണ്. അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് ഇല്ലെന്നുള്ള ഒരു മാത്രം പ്രശ്നമേ ഉള്ളൂ. സോ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ, മീൻസ് ഇപ്പം എന്നെ പോലെ പലരും ഉണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും കുട്ടികളെ, മീൻസ് ആ ഒരു ഐഡിയ ഉള്ള കുട്ടികളെയൊക്കെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, അവരോട് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്, അവർക്കുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഓണ്ടർപ്രണർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഹെൽപ്പോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്രോപ്പറായിട്ടൊരു ഐഡിയ, അതിനൊരു എക്സിക്യൂഷൻ പ്ലാന്, അതിൻ്റെ മണി പ്ലാനിങ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ, അതിനെപ്പറ്റി ഒരു കൃത്യമായൊരു ധാരണ, അതേപോലെ തന്നെ ഇതെങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ധാരണ, അതേപോലെ റിസ്ക് എടുക്കാനുള്ള മൈൻഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഓണ്ടർപ്രണറായിട്ട് മാറാൻ പറ്റും. സോ പറഞ്ഞ കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇനിയും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.